അപ്പോൾ നമുക്ക് ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺട്രോൾ ബോർഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു ഡയഗ്രാം ഞാനിവിടെ ഡ്രോയിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാ കോമൺ ബോർഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടി വരുന്ന കമ്പോണൻസുകൾ ഒരു Arduino Nano വേണം, പിന്നെ അതുപോലെ A4988 ഒരു ഡ്രൈവർ ബോർഡ് വേണം, പിന്നെ ഏതാനും കണക്ടറുകൾ, അതുപോലെ ട്രാൻസിസ്റ്റർ, ഒരു 7805 റെഗുലേറ്റർ IC, ബസർ, അതുപോലെ 2-3 റെസിസ്റ്റൻസ്, ഒരു LED. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് നമ്മളിത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ബോർഡിൽ ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ട് നമുക്കിനി നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു സർക്യൂട്ട് ബോർഡ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിലെല്ലാം ചെറിയ വയറുകളും അതുപോലെ കോപ്പറിൻ്റെ കമ്പികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ നമ്മളിവിടെ ഒരു LCD വെച്ചിട്ടുണ്ട്. LCD ബാക്ക് പാക്കുള്ള ടൈപ്പ് LCD ആണ്. 4 വയറാണ് ഇതിന് വേണ്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു നേരത്തെ നമ്മൾ ഡ്രോയിങ്ങിൽ കാണാത്തൊരു സ്വിച്ച് നമ്മളിതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നമ്മുടെ ഈ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്ന മോട്ടർ മാനുവലായിട്ട് ഓൺ ചെയ്യുന്നതിനും അതുപോലെ ഓഫ് ചെയ്യുന്നതിനും അതുപോലെ ഫുൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ സ്വിച്ചാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 3-way സെലക്ഷൻ സ്വിച്ചാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ അത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ പവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു DC ജാക്ക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു Arduino ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ Arduino പ്രോഗ്രാം ചെയ്ത Arduino ആണ്. അത് നമ്മളിതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ ഒരു ഡ്രൈവർ ബോർഡും NEMA 17 മോട്ടർ ഓടാനുള്ള A4988 എന്ന് പറയുന്ന ഈ സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവർ ബോർഡ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ മെഷീൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കൺട്രോൾ ബോർഡ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വയർ എടുത്തിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിലാണ് ഇതിലാണ് ഈ പോയിൻ്റ്, ഈ 4 പോയിൻറ്റിലാണ് നമ്മുടെ ഈ ഒരു LCD വർക്ക് ചെയ്യാനുള്ള പവർ വരുന്നത്. പവറും അതുപോലെ അതിൻ്റെ സിഗ്നൽ പോകുന്നതും. പിന്നെ അതുപോലെ സ്റ്റെപ്പർ മോട്ടറിലേക്കുള്ള 4 പിന്നാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ഹോം പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിമിറ്റ് സ്വിച്ച് വയ്ക്കുന്നുണ്ട്. ആ സ്വിച്ചിനുള്ള 2 പോയിൻ്റാണിത്. അപ്പോൾ ആ ലിമിറ്റ് സ്വിച്ച് ഞാൻ വഴി കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് മെഷീൻ്റെ ഭാഗങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു സ്വിച്ചാണ് ഉപയോഗിക്കുന്നത്, ലിമിറ്റ് സ്വിച്ച്. അപ്പോൾ ഈ ടൈപ്പ് സ്വിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ CD ഡ്രൈവിനകത്തൊക്കെ ഉണ്ട്. ആ ട്രേ ഉണ്ടോയെന്ന് അറിയാനായിട്ട് ഉപയോഗിക്കുന്ന സ്വിച്ചാണിത്. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് നിൽക്കാനായിട്ടുള്ള സ്വിച്ചായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രാക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് ഇട്ടിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഈ മോട്ടറിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന്മേൽ ടച്ച് ചെയ്തിട്ട് നിൽക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കൺട്രോൾ പാനൽ ഈ ഭാഗത്തായിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെയായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വയർ കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ആ ലിമിറ്റ് സ്വിച്ചിൻ്റെ 2 വയറാണ്. പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റെപ്പർ മോട്ടറിൻ്റെ വയറാണ്. അതുപോലെ ഇത് LCD ഡിസ്പ്ലേക്കുള്ള കേബിളാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ 12 വോൾട്ട് സപ്ലൈ ആണ്. 12 വോൾട്ട് DC ആണ് കൊടുക്കുന്നത്. സപ്ലൈ കൊടുത്തു.
അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മുടെ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.